തിരനോട്ടം ഡബിങ് സമയത്തെ മോഹൻലാലും ഞാനും ഒക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഒരുമിച്ച് മൈക്കിൽ നിൽക്കണമല്ലോ. അപ്പൊ മോഹൻലാൽ ചാടി വന്ന് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നു. മോഹൻലാൽ ഫസ്റ്റ് പടമല്ലേ, ലാൽ ആരും അല്ലല്ലോ. ലാൽ ഇങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അപ്പൊ ഞാൻ പതുക്കെ വല്യമ്മ ഇങ്ങനെ തിരിഞ്ഞു, വല്യമ്മ അവന്റെ അടുത്ത് മാറി. എങ്ങനെ മോഹൻലാലിനെ വല്യമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും? ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാൽ വന്ന് എന്റെ അടുത്ത് കുശുശ ഇങ്ങനെ, ഇപ്പൊ ലാൽ വന്ന് എന്റെ അടുത്ത് കുശുശ ഇങ്ങനെ എന്നോട് ലാൽ വന്ന് ഈ കിളവി എപ്പോഴും കൂടെ ഞാൻ പറഞ്ഞാൽ കാണും തിരിച്ചു കേടുവന്നു. വല്യമ്മ എന്താടിയോ എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ, സൂക്ഷിച്ച് കണ്ടു നോക്കുന്നത്. പക്ഷെ എന്നാലും ഭാഗ്യലക്ഷ്മി ലാല് പറഞ്ഞ എന്താണെന്നുള്ളത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു രോഗി പോലെ നടക്കും. നോക്കുമ്പോ നമുക്ക് നമ്മുടെ ഏജിലുള്ള ആണുങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം. പോകാൻ നേരത്ത് ലാല് നന്നായി നോക്കിട്ടൊക്കെ ലാൽ അങ്ങനെയൊന്നുമില്ല. ലാൽ അന്ന് അങ്ങനെയൊന്നുമില്ല. എന്താ പറഞ്ഞത്? എന്റെ അമ്മേ ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, എല്ലാം പറഞ്ഞു. ഓക്കെ.